തുമ്പി, ഇത് ഞാനാ, ശ്രീകൃഷ്ണൻ. ദേ ഇവിടെയുണ്ട്, ഈ കാളവണ്ടിയുടെ പുറകിൽ. ഒന്ന് ചോദിച്ചോട്ടെ? ആരും കാണാതെയും കേൾക്കാതെയും ഇതൊന്ന് പറയാൻ ഇനിയൊരു അവസരം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാ. എന്താ, പറഞ്ഞോളൂ. തുമ്പിക്ക് എന്നെ ഇഷ്ടമായോ? അയ്യോ, എന്താ അങ്ങനെ ചോദിച്ചത്? തുമ്പി വിചാരിക്കുന്ന പോലെ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, കല്യാണവും കഴിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു പെണ്ണിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആദ്യമായിട്ടാ മനസ്സിൽ പെണ്ണ് എന്നൊരു പൂതി തോന്നിയത്. ഇന്നലെ കാലത്ത് തുമ്പിയുടെ മനസ്സെന്ന് അറിയണമല്ലോ. എന്നെ ഇഷ്ടമായോ? എന്താ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞോളൂ. എനിക്ക് മുമ്പ് ശീലമില്ലാത്തതുകൊണ്ടാ ഇങ്ങനെ നേരെ ചോദിക്കുന്നേ. അയ്യോ, ഞാൻ എന്താ പറയാ? ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയണ്ട, മൗനം സമ്മതമായിട്ടെടുത്തോളാം. എടുത്തോട്ടെ? ഇശു, കരിക്കരുത്. ശ്രീകൃഷ്ണനെ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ, ഒരു കൂടപ്പിറപ്പിനെ പോലെ. പിന്നെ ഇന്നലെ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുള്ള ഭയം കൊണ്ടാ ഞാനൊന്നും ഉണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നെ മറ്റൊരു വിധത്തിലും കാണരുത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നോട് പിണങ്ങരുത്. ഇനി കാണുമ്പോഴും ചിരിക്കണം, എന്നാലേ ഏട്ടനെന്നെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കൂ. അധികം ഇവിടെ നിൽക്കണ്ട, ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. പൊയ്ക്കോളൂ. ആശ പ്രതീക്ഷിച്ച പോലല്ല. ആശ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആശയ്ക്കായിരിക്കും ടെൻഷൻ കൂടുതലും, പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തത് ആശയാണ്. ശർമാജി ഒട്ടും മോശമായിരുന്നില്ല. ഇടയ്ക്ക് 1-2 ഡയലോഗ് പതുക്കെ പോയല്ലോ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിലല്ല കാര്യം, ആ പറഞ്ഞ അത്രയും ഡയലോഗിൽ ഇമോഷൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ ഒരുവിധം മോഡുലേഷനൊക്കെ ഒരുവിധം ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഡയലോഗ് പോയൊന്നും പ്രശ്നമൊന്നുമില്ല, മോഡുലേഷൻ ഒപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നത്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇതിൻ്റെ ഈ കുട്ടി ആദ്യം അതിന് ശ്രമിച്ചിട്ട് അവസാന പാദം വന്നപ്പോൾ അത് വിട്ടുകളഞ്ഞു. അപ്പോൾ അത് നോക്കി വായിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. വെറുതെ എന്നെ മറന്നേക്കൂ, ഞാൻ അങ്ങനെ വന്നേക്കാം, അങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വായിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഈ കുട്ടിയുടെ വോയിസ് നല്ലതാണ് ഡബ് ചെയ്യാൻ, പക്ഷെ അത് ഈ മോഡുലേഷൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എങ്ങനെ ശബ്ദം കൊണ്ട് എങ്ങനെ വികാരം ആവിഷ്കരിക്കാമെന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. നേരത്തെ മുരളി പറഞ്ഞ പോലെ ഒരു സൂത്രം ഞാനും പറയാം. നല്ല പാട്ടുകൾ കേട്ടാൽ മതി. ഇപ്പോഴത്തെ പാട്ടല്ല, പഴയ പാട്ടുകൾ, സുശീലാമ്മ ജാനകിയമ്മ പാടിയ പാട്ടുകളില്ലേ, ആ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ എങ്ങനെ ശബ്ദം കൊണ്ട് അവർ ഭാവം ഉണ്ടാക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, കണ്ണടച്ച് കേൾക്കണം. അതൊരു പ്രത്യേകത. പാട്ടുകൾ കണ്ണടച്ച് കേൾക്കണം. എന്തിനാണെന്നറിയോ? അപ്പോഴേ പാട്ട് ഹൃദയത്തിൽ കേൾക്കൂ. കണ്ണടച്ചത് കേട്ട് നോക്കൂ, എങ്ങനെ ശബ്ദം കൊണ്ട് ഭാവം എങ്ങനെ ആവിഷ്കരിച്ചെന്ന് നോക്കുക. നമുക്കതുപോലെ പകർത്താൻ പറ്റും. നമ്മുടെ സിനിമയിലും നാടകത്തിലൊക്കെ അത് പ്രയോഗിക്കാൻ പറ്റും. ശർമ്മയുടെ ക്യാരക്ടറൈസേഷൻ ആണ് ഇഷ്ടമായത്. ആദ്യത്തെ ആ വിളിയൊന്നും പോകേണ്ട കാര്യമില്ല, ഒന്നാമത് ലിപ്പില്ലാത്തതല്ലേ ഒക്കെ. അപ്പോഴേ രണ്ടാമത്തെ വിളിക്കൊരു ചന്തം വരുമായിരുന്നുള്ളൂ. രണ്ടാമത്തെ വിളി ശർമ്മ ഇട്ടതാണ്, ആക്ച്വലി ആ സീനിലില്ലാത്തതാണ്. ഒന്ന് പോയില്ലേ, ഒന്ന് പോയി എന്ന് ആദ്യത്തെയും കൂടി ഇടായിരുന്നു. ബട്ട് എനിക്ക് ആ ഒരു ട്രൈ ഔട്ട് ഇഷ്ടമായി. ഇപ്പോൾ വേണുചേട്ടൻ്റെ അല്ലാത്ത, അതും ഇത്രയും ഒരു നടൻ ചെയ്ത ഒരു കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തതിൽ നിന്നും വേറിട്ട് കാണാൻ നടത്തിയ ശ്രമം നന്നായിരുന്നു. ആശ എന്നെ കുറച്ച് നിരാശപ്പെടുത്തി. ആശ പ്രത്യേകിച്ച് അവസാന ഭാഗം, അത് വായനയായിരുന്നു. ആശ നമ്മൾ വായിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഈ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയിരുന്നില്ല. സ്ക്രിപ്റ്റ് ഇടയ്ക്ക് ഒരു പ്രാവശ്യം നോക്കിയാലും തന്നെ ആ നോക്കാനുള്ള ഗ്യാപ്പുണ്ട്. പിന്നെ ശോഭന ഇല്ലാത്ത കാളവണ്ടിയുടെ ഇതിൽ മാത്രം ഓവർലാപ്പ് ചെയ്യുന്ന ശബ്ദമുണ്ട്. അവിടെ വേണമെങ്കിൽ ഒന്ന് നോക്കി അടുത്ത വരി എന്താണെന്ന് നോക്കി വെച്ച് അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വളരെ ശർമ്മ നന്നായിരുന്നു. ആശ ആദ്യം ആ എഫേർട്ടൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് വന്നിട്ട് അവസാനം വായിച്ചങ്ങ് പോയി.
അതെനിക്ക് തെറ്റുമെന്ന് ഭയങ്കര പേടിയാണ്. പേടിയുണ്ടായിരുന്നു. പേടി എന്ത്, പേടി ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് എഫേർട്ട് എന്നുള്ള നിലയിൽ ഇറ്റ്സ് ആൻ ഓക്കെ പെർഫോമൻസ്. ഓക്കെ.